ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ പേരിന് മാത്രമുള്ള ഒരു മാനേജർ അതായിരുന്നു ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ഈ നടപടി? എന്തായാലും ശക്തമായ നടപടിയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നത്. അതിൽ ഇത്തരമൊരു സമീപകാലത്തൊന്നും ഇത്തരമൊരു നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത്രത്തോളം ശക്തമായ നടപടി ഒരു മാനേജ്മെന്റിനെതിരെ എടുത്തിരിക്കുന്നു. താൽക്കാലികമായി ആണെങ്കിൽ പോലും ഈ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടിരിക്കുന്നു. മാനേജറെയും മാനേജ്മെന്റിനെയും പൂർണ്ണമായി പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി കൃത്യമായ ഓഡിറ്റ് നടക്കും. ആ ഓഡിറ്റ് നടത്തി എങ്ങനെയാണ് മാനേജ്മെന്റ് ഫണ്ട് വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സർക്കാർ തന്നെ പരിശോധിക്കും. അതോടൊപ്പം ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് പല പരാതികളും നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യം ആദ്യം സ്കൂളിൽ ഉറപ്പാക്കണം. അതിനുശേഷം മാത്രമേ പുതിയ മാനേജറെ നിയമിച്ച് ആ മാനേജറെ സാധുവാക്കണം എന്നുള്ള അപേക്ഷ പോലും സർക്കാരിന് നൽകാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ കർശനമായ നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കാലപരിധി ഇല്ലാതെയാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ചില നിശ്ചിത കാലഘട്ടത്തിലേക്കെല്ലാം ഇത്തരത്തിൽ ഈ സമയം നൽകാറുണ്ട്, ഈ ഒരു നിശ്ചിത കാലഘട്ടത്തിലെല്ലാം. പക്ഷെ അങ്ങനെയല്ല, ഈ വിഷയത്തിൽ കാലപരിധി ഇല്ലാതെ കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ഈ സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചുമതല കൈമാറിയിരിക്കുന്നു. പൂർണ്ണമായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചുമതല. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട്. മിനിസ്റ്റർ ഒന്ന് പ്രതികരിക്കാമോ? മിനിസ്റ്റർ, നിലവിൽ മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു വന്നത് തന്നെ, അതായത് നമുക്ക് പല ആരോപണങ്ങളും ഉണ്ടായിരുന്നല്ലോ. CPM-ഉമായിട്ട് ബന്ധപ്പെട്ട സ്കൂളാണ്, നടപടി ഉണ്ടായില്ല എന്നൊക്കെ. അതിന്റെ കൂടി ഒരു മറുപടിയല്ലേ ഇത്? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ന്യായത്തിന് വേണ്ടി നിൽക്കുകയാണ്. അത് CPM എന്നോ CPI എന്നോ കോൺഗ്രസിനോ BJP ഒന്നുമില്ല. ന്യായത്തിന് വേണ്ടി നിൽക്കുന്നു, നിയമത്തിന് വേണ്ടി നിൽക്കുന്നു, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കേരളത്തിൻ്റെ ഒരു മകനാണ് നഷ്ടപ്പെട്ടത്. ആ മകൻ നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറം വേറെ ഒന്നും ഇല്ല. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദന. അപ്പം അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവരുടെ പേരിൽ കർശന നിലപാട് എടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റ് സ്കൂളുകളിലെ സുരക്ഷാ ഓഡിറ്റുകൾ തുടങ്ങിയല്ലോ, പുതിയൊരു നടപടി. അത് എത്ര കാലം നീണ്ടു നിൽക്കുമോ? എത്ര ചുരുങ്ങിയ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കും? അതൊക്കെ ഈ ഒരു മാസക്കാലം കൊണ്ട് തന്നെ പൂർത്തീകരിക്കും. ഇത് ഒരു മറുപടി കൂടിയാണ്. കാരണം ഈ സ്കൂൾ മാനേജ്മെന്റ് CPM-വുമായി ചേർന്ന് നിൽക്കുന്ന മാനേജ്മെന്റ് ആണ് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു. CPM നേതാക്കൾ, പ്രാദേശിക നേതാക്കളാണ് സ്കൂൾ മാനേജ്മെന്റായി വന്നത് എന്നുള്ള ഒരു ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ്. എന്തായാലും സ്കൂൾ മാനേജ്മെന്റിനെ പൂർണ്ണമായി പിരിച്ചുവിട്ടിരിക്കുന്നു. നിലവിലുള്ള മാനേജ്മെന്റിന് ഇനി സ്കൂളിൽ ഒരു അധികാരവും ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലവിൽ ഈ സ്കൂളിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളല്ല നടത്തേണ്ടത്. കാരണം അടിസ്ഥാന സൗകര്യം കൃത്യമായി ഏർപ്പെടുത്താത്തത് ഈ ഒരു അപകടത്തിനടക്കം വലിയ കാരണമായിട്ടുണ്ട്. ഒപ്പം ഈ കൃത്യമായ വിശദീകരണം, അതായത് സ്കൂൾ മാനേജർ നൽകിയിരിക്കുന്ന വിശദീകരണ പ്രകാരം നിലവിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും സ്വന്തം നിലയിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, സ്വയം ഒരു വീഴ്ചയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള നിരുത്തരവാദപരമായ ഒരു മറുപടി മാത്രമാണ് മാനേജർ ഈ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കർശനമായ നടപടിയിലേക്ക് സർക്കാർ പോകാൻ തീരുമാനിച്ചത്. എന്തായാലും കർശന നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ് ഇനി ആ സ്കൂളിൽ എന്തായാലും പ്രവർത്തിക്കില്ല. ഇനി അടിസ്ഥാന സൗകര്യമെല്ലാം ഒരുക്കി ആ സ്കൂൾ മാനേജ്മെന്റ് ഫണ്ടിൽ തന്നെ അടിസ്ഥാന സൗകര്യം ഒരുക്കി സ്കൂളിന്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ സ്കൂളിൽ ഒരു മാനേജ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ നിലവിലെ മാനേജ്മെന്റ് പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ പോലും നൽകാൻ കഴിയുക. എന്തായാലും KER ചട്ടത്തിലെ കൃത്യമായ റൂളുണ്ട്. ഇത്തരത്തിൽ ഒരു മാനേജ്മെന്റ്, ഒരു എയ്ഡഡ് സ്കൂള്, ആ എയ്ഡഡ് സ്കൂളിന്റെ കൃത്യമായി വിദ്യാർത്ഥികളുടെ സുരക്ഷ, വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസ അവകാശങ്ങൾ എന്നിവ കൃത്യമായി നൽകിയില്ല എങ്കിൽ ആ മാനേജ്മെന്റിനെ പിരിച്ചുവിടാനുള്ള അവകാശം സർക്കാരിനുണ്ട്. ആ റൂൾ ഉപയോഗിച്ചിട്ടാണ്, KER-ലെ ആ റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കർശനമായ നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത്. തുടരുക ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. 1958 കേരള വിദ്യാഭ്യാസ നിയമപ്രകാരം ഈ സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുരുതര വീഴ്ചയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപ് വിശദീകരിച്ചത്.